ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജലക്ഷ്മി, ഞാനാ കൈമൾ. രാജലക്ഷ്മി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ രാജലക്ഷ്മി അല്ല, ഷൺമുഖനാ. മറ്റൊന്നും കൊണ്ടല്ല, ഇനി ഇതുപോലുള്ള ദുർവിധികൾ സഹിക്കാൻ എനിക്കോ എന്റെ മക്കൾക്കോ ആവില്ല. അതുകൊണ്ടാ മകളുടെ ഭർത്താവ് ഇപ്പൊ എന്റെ ഭർത്താവ് നാട് വിട്ടു പോയിരിക്കുന്നു. ഇനി എന്തൊക്കെ സഹിക്കണം ഞങ്ങള്? അതിനുള്ള മനഃശക്തി ഇല്ല തിരുമേനി. കൺമുന്നിലുള്ള ഏത് ദുരന്തത്തെയും അകറ്റി നിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ രാജലക്ഷ്മി അമ്മേ, പ്രാർത്ഥന. മനസ്സ് നീറിയുള്ള പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. പ്രാർത്ഥന എത്രത്തോളം കഠിനമാകുന്നുവോ അത്രയും ദുരനുഭവങ്ങൾക്ക് കാഠിന്യം കുറയും. മകനും മരുമകനും ഈ ലോകം വിട്ടുപോയി, എന്നാൽ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മരണത്തിനും ജീവിതത്തിനും ഇടയിലായി സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നുണ്ടിപ്പോൾ. കാണാമറയത്ത് കയ്യെത്തും ദൂരെയുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടുകൂടി സംഗതികൾ മാറിമറയും. ചിരിക്കുള്ളിലെ കാപട്യം നിറഞ്ഞ ദുഃഖങ്ങൾ തിരിച്ചറിയപ്പെടും. ഭവിഷ്യത്തുകൾ ഈ കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കും. അതിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ വഴി തന്നെയാണ് ശരണം. പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മുകളിൽ ഒന്നും തന്നെയില്ല. ഈശ്വര, രാജലക്ഷ്മി, ഞാനാ കൈമൾ. രാജലക്ഷ്മി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ രാജലക്ഷ്മി അല്ല, ഷൺമുഖനാ. ഷൺമുഖ, താൻ പറയൂ കൈമളെ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. താൻ സംശയിക്കണ്ട, തന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ തന്നെയാ ഇത്. നിന്റെ കയ്യിൽ ഫോൺ എങ്ങനെ കിട്ടി? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഞാൻ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചിരുന്ന തന്റെ കയ്യിൽ ഫോൺ എവിടെ നിന്ന് കിട്ടി?
താൻ പേടിക്കണ്ട. തന്റെ ഭാര്യയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഷൺമുഖം, തന്റെ മകന്റെ 41 ചടങ്ങിന്റെ ഭക്ഷണം കഴിക്കാൻ വന്നതാ ഞാൻ ചെമ്പകമംഗലത്ത്. ഇനി ഇതുപോലെ പല 41 ചടങ്ങുകളും ഇവിടെ നടക്കും. ഷൺമുഖം, ഇവിടത്തെ ഒരാളുടെയും ശവം പോലും തന്നെ ഞാൻ കാണിക്കില്ല. പിന്നെ ഇപ്പൊ താൻ കാണിച്ച ഈ ധീരതയ്ക്കുള്ള മെഡലുമായി ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. വേണ്ട ഷൺമുഖം. കിഴവനല്ലേ എന്ന് ഓർത്തപ്പോ ഓവർ സ്മാർട്ട് കാണിക്കുന്നു. ഹലോ ഹലോ, ഹലോ, ഷൺമുഖ, നിങ്ങളുടെ മുതലാളി തൊഴിലാളി ചർച്ചയൊക്കെ കഴിഞ്ഞോ? നമ്മളന്ന് ചെക്ക് കൊടുത്തില്ലേ, അതിന്റെ ഡേറ്റ് ഇന്ന്. ഞാനത് ഓർത്തില്ല. അവര് വന്ന് എല്ലാം അമ്മയോട് പറയുകയും ചെയ്തു. ഈ പ്രതിസന്ധിന്ന് കരകയറിയേ പറ്റൂ. ഷൺമുഖൻ എന്നെ സഹായിക്കണം. പറ്റില്ല എന്ന് പറയരുത്. അങ്ങനെ പറയാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ സാവിത്രി. ഒന്നാമത് ഈ ചെക്കിന്റെ കാര്യം സാവിത്രി നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതാ. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും തലയിടുന്നില്ല. അല്ലെങ്കിൽ തന്നെ വലിയ തുക വേണ്ടി വരില്ലേ? ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? വാള് വിറ്റ പണത്തിൽ നിന്ന് കുറച്ച് തന്നാ മതി. തൽക്കാലത്തേക്ക് ഒരു 50 ലക്ഷം. വാള് വിറ്റ പണമോ? കൊള്ളാലോ. സാവിത്രി ഒന്ന് പോയേ, തമാശ പറയാതെ. അല്ല ഷൺമുഖ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ശരി സാവിത്രി,